അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഓരോരുത്തർക്കും പല വിധത്തിലും ശത്രുക്കളുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ നിന്നും കാവൽ കിട്ടാനുള്ള ദുആ ആണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പുറത്തുനിന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അവരോടല്ല, പുറത്തുനിന്ന് ആരെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുക. അല്ലാതെ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടാനൊന്നും നിൽക്കണ്ട കേട്ടോ. അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെറുതെ കമൻറ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് പറയാൻ കാരണം എനിക്കത് പറയണമെന്ന് തോന്നിയോണ്ടാണ്. അപ്പോൾ ഞാൻ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല. ശത്രുവിനെ എതിരെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആയുധമാണ് ദുആ എന്ന് പറയുന്നത്. അള്ളാഹുവിനെക്കാട്ടി വലിയവനായിട്ട് ആരുമില്ലല്ലോ അല്ലേ? മറ്റുള്ളവൻ്റെ ഉപദ്രവം പേടിച്ചു കഴിയേണ്ടി വന്ന ഈ ഒരു ദിക്ർ ചൊല്ലുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഇസ്മു അധികരിപ്പിക്കുക. ഈ ഒരു ഇസ്മ 100 തവണ ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ 2 വ്യക്തികൾ ഇട്ട കമൻറ്റ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇത് എൻ്റെ 2 വീഡിയോസിൻ്റെ അടിയിൽ വന്നതാണ്. ഞാനത് റിമൂവ് ചെയ്ത് കളയുക ചെയ്തത്. കാരണം എനിക്ക് ഓരോന്നങ്ങ് തട്ടിവിടും എന്ന് പറഞ്ഞ് ഈ ഒരു വ്യക്തിനോട് എനിക്ക് പറയാനുള്ളത്, യൂട്യൂബിൽ ഇഷ്ടംവേണ്ടി വീഡിയോസ് ഉണ്ട്. നിങ്ങൾ അവരെ വീഡിയോസൊക്കെ പോയി കാണൂ. നിങ്ങളെന്തിനാ എൻ്റെ വീഡിയോസ് മാത്രം വന്ന് കണ്ട് കമൻ്റ് ഇടാൻ നിൽക്കുന്നത്? ഞാൻ കെട്ടിച്ചമ്മച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ആർക്കും ഷെയർ ചെയ്യുന്നില്ല. ഞാൻ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രം, എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ എൻ്റെ തഹജ്ജുദിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അതിൽ സപ്പോർട്ട് വന്ന ഒരു വീഡിയോ ആണത്. അതേപോലെ തന്നെ ഞാനും ചില പണ്ഡിതന്മാരെ യൂട്യൂബിലുള്ള വീഡിയോസും എല്ലാം കണ്ടിട്ട് തന്നെയാണ് തഹജ്ജുദ് കേൾക്കാൻ ഇൻസ്പിറേഷൻ ആയതും അതേപോലെ എനിക്ക് ഒരുപാട് അറിവ് കിട്ടിയതും. അത് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്തതാണ്. ഇത് കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കാണുന്നതിന് ഒരാവശ്യമില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഇതിലുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വളരെയധികം നന്ദി. നിങ്ങളെ കൊണ്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാനും അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇത്രയും ഗ്രോ ആവാൻ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.